അയ്യോ, ഇൻസ്പെക്ടർ സാർ ആയിരുന്നോ? എന്റെ പേഴ്സ്. താങ്ക് യു സോ മച്ച് ഇൻസ്പെക്ടർ സാറേ, താങ്ക് യു സോ മച്ച്. യു ആർ മോസ്റ്റ് വെൽക്കം. എന്താടോ വെറും താങ്ക് യു മാത്രമേ ഉള്ളൂ? എന്നുവെച്ചാ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഈ ബാഗ് കണ്ടുപിടിച്ചിട്ട് വെറും താങ്ക് യു മാത്രമേ ഉള്ളൂ എന്ന്? അങ്ങനെയൊന്നുമല്ല. പിന്നെ എങ്ങനെയാന്ന് പറ. സാർ ഇരിക്കും, ഞാനൊരു ചായ ഇട്ടുകൊണ്ട് വരാം. അത് നല്ലൊരു തീരുമാനമാണ്. സാർ ഇരിക്കുന്നേ. അല്ലടോ, തന്റെ ഭർത്താവ് എവിടെ പോയി? ലളിത് ശർമ്മ. ആളെ ഈ സമയത്ത് ഓഫീസിലായിരിക്കും. അത് ശരി. എന്നിട്ട് ഓഫീസിൽ നിന്ന് എപ്പോഴാണ് തിരിച്ചു വരിക? എന്താ സാറേ? വെറുതെ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. അങ്ങനെ തിരിച്ചു വരുന്നതിന് പ്രത്യേക സമയമൊന്നുമില്ല. ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാം. കൺട്രോൾ ചെയ്യ് വിശാലേ, നീയൊന്ന് പിടിച്ചു നിൽക്കുക. ഇതാ സാറേ ചായ. അപ്പൊ ഇന്നെന്റെ ഊഹം ശരിയാ. താൻ ഭയങ്കര ബോറിംഗ് ആണല്ലോടോ. എന്നുവെച്ചാ? അല്ല, ഈ ചായയുടെ കൂടെ എന്തെങ്കിലും ബിസ്ക്കറ്റോ മിച്ചറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരണ്ടേ? സോറി, ഞാനത് വിട്ടുപോയി. സോറി ലളിത്. സോറിയോ? അതുകൊണ്ട് എന്താവാനാ? ആ പേഴ്സ് നീ എവിടെ കൊണ്ട് കളഞ്ഞെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇല്ല, ഞാൻ അറിഞ്ഞോണ്ട് കളഞ്ഞതല്ല. പ്ലീസ് ഡോണ്ട് ബ്ലെയിം മീ ലളിത്. ലളിത തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ സമ്മതിച്ചു, എന്റെ മിസ്റ്റേക്കാ പോയത്. പക്ഷെ എനിക്ക് സത്യമായിട്ടും അറിയില്ല ആ പേഴ്സ് ഞാൻ എവിടെയാണ് വെച്ച് എവിടെയാണ് പോയെന്ന്. എനിക്ക് ഒരു പിടിയില്ല ലളിത്, ട്രസ്റ്റ് മീ. അതാണല്ലോ ചെയ്യാൻ പറ്റാത്തത്. 21 ലക്ഷം. 21 ലക്ഷത്തിന്റെ ഡയമണ്ട് ഉണ്ടായിരുന്നു അതിനകത്ത്. എനിക്കറിയാം. അതുകൊണ്ടല്ലേ സോറി പറയുന്നേ. പ്ലീസ് എന്നോട് ക്ഷമിക്കും, പ്ലീസ്. എന്തായാലും ഇനി ഈ പേഴ്സിന്റെ കാര്യം പറഞ്ഞ് തന്നെ ആരുടെയും കാല് പിടിച്ച് കരയേണ്ട കാര്യമില്ല. ഇതാ പിടിച്ചോ. സാറേ, ഇതിലൊന്നുമില്ലല്ലോ. എന്റെ ഗോൾഡ് നെക്ലേസ്, റിങ്, ബ്രേസ്ലെറ്റ് ഒന്നുമില്ലല്ലോ. അയ്യോ, ഇനി ഞാൻ എന്ത് ചെയ്യും? താൻ പേടിക്കണ്ടോ. ആ കള്ളനെ ശരിക്കും എടുത്തിട്ട് കുടഞ്ഞാ മതി. അവനപ്പ താത്ത പറയുന്ന പോലെ എല്ലാം പറയും. ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാ എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങായിരുന്നു. ഇടൂ, താനൊന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക. ഞാനില്ലടോ, ഒരല്പം ബുദ്ധിമുട്ടേണ്ടി വരും. എങ്കിലും ഞാനത് ചെയ്തോളാം തനിക്ക് വേണ്ടി. ഞാൻ ബിസ്ക്കറ്റ് എടുത്തോണ്ട് വരാം. ഇത് സാറേ ബിസ്ക്കറ്റ്, സാർ കഴിക്കേ. എന്തായി കാണിക്കുന്നേ? എന്താ കാണിക്കുന്നോ? നിനക്ക് വേണ്ടി ഞാൻ ആ കള്ളനെ പിടിച്ചത്. കഷ്ടപ്പെട്ട് അവനെ തേടി പിടിച്ച് ഈ ബാഗ് ഞാൻ കണ്ടുപിടിച്ചു തന്നു. ഇതൊക്കെ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യം അറിയോ നിനക്ക്? അതിനെനിക്ക് എന്റെ പ്രതിഫലം കിട്ടണം. നീ തന്നെയാണ് എന്റെ പ്രതിഫലം. ഇതൊക്കെ തെറ്റാണ്. തെറ്റോ? നിനക്ക് വേണ്ടി വളരെ പേഴ്സണൽ ആയിട്ടാണ് ഈ കേസിൽ ഞാൻ ഇൻവോൾവ് ആയിട്ടുള്ളത്. എന്തിനാത്? നിന്റെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയാ. നിന്റെ ഭർത്താവിന് നിന്നെ വലിയ സംശയമാണല്ലേ? എന്റെ ഭർത്താവിന് എന്നെ സംശയമാണ്. ആ ജ്വല്ലറിയൊക്കെ എന്റെ ബ്രദറിന് ബിസിനസ് ചെയ്യാൻ കൊടുത്തു എന്നാ പറയുന്നത്. പക്ഷെ ആ തെറ്റ് താൻ ചെയ്തിട്ടില്ലല്ലോ. ആ ജ്വല്ലറിയൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ എന്റെ കുടുംബം തകർന്നു പോവും. എന്റെ 2 പെങ്ങന്മാര് വീട്ടിൽ വന്നിരിക്കുവാണ്. ഞാനും കൂടെ തിരിച്ചു ചെന്ന് കഴിഞ്ഞാ എന്റെ അച്ഛന് വല്ല ഹാർട്ട് അറ്റാക്ക് വരും. അതുകൊണ്ടല്ലേ തന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നത്. എന്നിട്ടും തനിക്കത് മനസ്സിലാവുന്നില്ലോ എന്നോർത്താ.
സ്റ്റേഷനിൽ എന്തോരം കേസാ പെൻഡിങ് എടുക്കുന്നറിയാവോ? തന്റെ ഒരാളുടെ കേസ് മാത്രം ഞാൻ അന്വേഷിച്ചാൽ മതിയോ? എന്നല്ല, ആഹാ. ഇതേ ഒരു ഗിവ് ആൻഡ് ടേക്ക് അല്ലേ? ഞാൻ എന്ത് ശ്രദ്ധയോടെയാണോ നിന്റെ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്, അതേ ശ്രദ്ധയോടെ തന്നെ നീ എന്നെയും പരിഗണിക്കേണ്ടതല്ലേ? ആരെങ്കിലും കണ്ട എന്ത് ചെയ്യും? ഇനിയിപ്പോ ആരെങ്കിലും കണ്ടാ തന്നെ അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിനക്ക് ആ ഇൻസ്പെക്ടറോട് സംസാരിക്കാൻ പറ്റിയായിരുന്നോ? ആ, സംസാരിച്ചു. അതെ, പേഴ്സ് കിട്ടിയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പേഴ്സിനകത്തുള്ള ജ്വല്ലറി ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കിട്ടിയില്ലെങ്കിൽ ശരിയാവില്ല. ആന്ന് പറഞ്ഞ ഇനി നീ എങ്ങാനും ആ പേഴ്സ് കിട്ടുന്നതിന് മുമ്പ് തന്നെ അതിലെ ജ്വല്ലറി ഒക്കെ എടുത്ത് നിന്റെ ബ്രദറിന് കൊടുത്തോ? ഇല്ല ലളിത്, അങ്ങനെയൊന്നും അല്ല. ട്രസ്റ്റ് മീ, ഞാൻ സത്യ പറയുന്നേ. ആ ജ്വല്ലറി സത്യമായിട്ട് എന്റെ കയ്യിൽ നിന്ന് പോയതാ. പോലീസുകാരൻ ബാഗ് കണ്ടുപിടിച്ചു. പക്ഷേ എന്താ? സത്യം എന്നെങ്കിലും ഒരു ദിവസം പുറത്ത് വന്നിരിക്കും മോളെ. എന്റെ ദൈവമേ, ഞാൻ എങ്ങോട്ടാ പോണ്ടേ, എന്താ ചെയ്യണ്ടേ ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു വശത്തെന്റെ ഭർത്താവ്, മറുവശത്ത് ആ ഇൻസ്പെക്ടറും. നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ. എന്തുപറ്റി? എന്താടോ ഇങ്ങനെ വട്ടം വന്ന് നിൽക്കുന്നത്? ഒരു കാര്യമില്ല. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ആരെ കൊണ്ടും തടയാൻ പറ്റില്ല. എൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ നിന്നെപ്പോലെ ഇത്ര ഹോട്ട്, നിന്നെപ്പോലെ ഒരു പെണ്ണിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സർ, എന്നെ കൊണ്ട് ഇനി പറ്റില്ല സർ. ഓക്കെ, എന്നാൽ സമയം കളയണ്ട്, ഞാൻ പോയേക്കുവാ. അല്ലെങ്കിൽ തന്നെ ഒരുപാട് പെൻഡിങ് കേസ് ഉള്ളതാ. ഞാൻ പോയി അതൊക്കെ അന്വേഷിക്കാൻ നോക്കട്ടെ. അല്ല സർ, പ്ലീസ് ഇങ്ങനെ ഒന്നും ചെയ്യരുത്. നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തരുന്നത്? നീ എന്നോട് കോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനും തിരിച്ചു കോപ്പറേറ്റ് ചെയ്യാം. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അതൊക്കെ ആവശ്യമല്ലേ? ഇത് തന്റെ ജ്വല്ലറി അല്ലേ? ഇത് തന്നെയാ. നിക്ക്, ഇതെന്തായി കാണിക്കുന്നത്? ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞിരുന്നു? നമുക്കതെല്ലാം ചെയ്യാം, പക്ഷേ എല്ലാം പതുക്കെ. എനിക്ക് ഒരു കാര്യത്തിലും തിരക്കില്ല.
ഈ ജ്വല്ലറി കണ്ട് നമ്മുടെ പോലെ തന്നെയുണ്ട്. പക്ഷെ ഇത് ഒറിജിനൽ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. ലളിത്, ഇത് ഇൻസ്പെക്ടർ സാറ് തന്നെ കള്ളന്റെ അടുത്ത് പോയിട്ട് റിക്കവർ ചെയ്ത് എടുത്തതാ. കള്ളൻ തന്നെയാണല്ലോ അല്ലേ? ലളിത്, ഇത് നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? അപ്പോ നീ ചെയ്യുന്നതൊക്കെയോ? ഞാൻ എന്ത് ചെയ്തെന്നാ? പേഴ്സ് കളഞ്ഞില്ലേ? ലളിത്, ഞാൻ ഇതിൽ എന്ത് തെറ്റ് ചെയ്തിട്ടാ? മനുഷ്യന്മാർക്ക് തെറ്റ് പറ്റാറില്ലേ? നീ എന്ത് വേണമെങ്കിലും കരുതിക്കോ. പക്ഷെ എന്റെ മനസ്സിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇത് എന്തായാലും ഞാൻ ചെക്ക് ചെയ്തിരിക്കും. ഇത് ഒറിജിനൽ ആണോന്ന് എനിക്ക് അറിയണം. ലളിത്, ലളിത്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആ സർ, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. ഇല്ല, ലളിത് ഓഫീസിലേക്ക് പോവാ. ശ്രേയ, ഞാൻ പിന്നെ ശ്രേയ, വിളിക്കാം. എനിക്ക് ആ ജ്വല്ലറി ഒക്കെ എടുത്തതാ ചെക്ക് ചെയ്യാൻ കൊടുക്കേണ്ടതാ. ലളിത് എന്താണ് പ്രൂവ് ചെയ്യാൻ നോക്കുന്നത്? എന്ന് വെച്ചാ അത് ചെക്ക് ചെയ്യാൻ കൊടുക്കുന്നതിൽ നിനക്കെന്താ ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടില്ല. നിനക്കുള്ള ബുദ്ധിമുട്ടല്ല, പേടിയാണ്, പേടി. അല്ല സാർ എപ്പോ വന്നു? നീ ആ റെഡ് ആൻഡ് റെഡ് കളർ സെലക്ട് ചെയ്തിട്ടില്ലേ? ഇങ്ങനെ ഒളിച്ചു കാണുന്നതിന് വേറൊരു ത്രില്ല മോളെ. ഇന്നിപ്പോ നീ ഒന്നും ചെയ്യാതെ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഈ റെഡ് സാരി ഉടുത്തപ്പോൾ നിന്നെ കാണാൻ എന്ത് ഭംഗിയാന്നറിയോ? നീ ഇത്തിരി സന്തോഷത്തോടു കൂടിയൊക്കെ പെരുമാറടി. സന്തോഷിക്കാൻ പറ്റില്ല. ലളിതിന് എന്നെ നല്ല സംശയമുണ്ട്. ഞാൻ ആ ജ്വല്ലറി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി കൊടുത്തതാണെന്നാണ് ലളിത് പറയുന്നത്. അതെ, ഇപ്പൊ ഏകദേശം എല്ലാ സ്വർണങ്ങളും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി കിട്ടാനുള്ളത് ആ നെക്ലസാ. കൂട്ടത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ളതും അതാണെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് കിട്ടി അതിനകത്തൊരു സുഖമുണ്ടോ? ഓരോന്നോരോന്നായി കിട്ടുമ്പോഴല്ലേ അതിൻ്റെ ഒരു സുഖം. ഞാൻ ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി നീ ചെയ്യേണ്ടത് നീ കൃത്യമായിട്ട് ചെയ്താൽ മതി. ഇത് കൊള്ളാലോ. ഈ പെർഫ്യൂം എനിക്കിഷ്ടമായി. ഈ സ്മെൽ എനിക്ക് കൊടുത്താ അതെന്റെ ശരീരത്തിലേക്ക് പടരട്ടെ. അതിന് കുറച്ചെങ്കിലും ഒന്നും ബുദ്ധിമുട്ടിക്കൂടെ നിനക്ക്? സാറേ, എനിക്കറിയാം ആ നെക്ലസ് സാറിന്റെ കയ്യിൽ തന്നെ ഉണ്ടെന്ന്. അതിങ്ങ് തന്നൂടെ സാറേ? എന്തിനെങ്ങനെ ഓരോന്നായിട്ട് തരുന്നേ? ഇപ്പൊ കുറച്ച് ബുദ്ധിയൊക്കെ വന്നിട്ടുണ്ട്. നീ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ കയറേണ്ട ആളായിരുന്നു. നീ പേടിക്കണ്ടടി, നിന്റെ നെക്ലസ് നിനക്ക് തന്നെ തിരിച്ചു കിട്ടും. ആഹാ, ദേ നിന്റെ പ്രിയതമനാണല്ലോ മോളെ വിളിക്കുന്നത്. ആ ലളിത്, പറഞ്ഞോളൂ. സർ, ശരിക്കും സാർ ഈ കള്ളനെ പിടിച്ചിട്ടുണ്ടോ? അതോ എന്റെ വൈഫ് ശ്രേയ തന്നെയാണോ സാറിന് ഈ ജ്വല്ലറിയൊക്കെ ഏൽപ്പിക്കുന്നത്? അങ്ങനെയൊന്നുമല്ല. താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? തന്റെ ഭാര്യ ശരിക്കും ഒരു പാവം കൊച്ചാടോ. ആ കുട്ടിയെ സംശയിക്കരുത്. ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ പോലീസുകാരുടെ കയ്യിൽ നിന്ന് ഒരു കള്ളനും രക്ഷപ്പെടാൻ പറ്റില്ല. അല്ല, നിങ്ങളൊരു കാര്യവിവരമുള്ള ആളല്ലേ. സർക്കാർ കാര്യങ്ങൾക്കൊക്കെ എന്തായാലും കുറച്ച് സമയം എടുക്കൂലേ. താൻ ടെൻഷൻ അടിക്കാതിരിക്കുക. ആ കള്ളൻ ആർക്കൊക്കെ ആ ഗോൾഡ് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം നമ്മൾ റിക്കവർ ചെയ്തെടുക്കും. ശരി, എനിക്കത് അറിഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. അപ്പൊ ഒന്നും പേടിക്കണ്ട. നിങ്ങൾ ടെൻഷൻ അടിക്കാതെ ധൈര്യമായിട്ടിരിക്കുക. ഓക്കെ? താങ്ക് യു. അപ്പൊ ശരി. നീ കണ്ടില്ലേ, നിന്റെ കുടുംബം തകരാതിരിക്കാൻ നോക്കേണ്ടത് ഇപ്പൊ എന്റെ ഉത്തരവാദിത്തമായിട്ട് മാറിയിരിക്കുകയല്ലേ. അപ്പൊ നീ കുറച്ചൊക്കെ ഒന്ന് എന്നോട് സഹകരിച്ചു കഴിഞ്ഞാ അപ്പൊ ഞാനും കൂടി നിന്നോട് സഹകരിക്കും.
ദാ നിങ്ങൾ ചോദിച്ച ചായ. ശ്രേയ, നീ സത്യം പറയായിരുന്നു എന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. ഇന്ന് ഞാൻ ഇൻസ്പെക്ടറോട് സംസാരിച്ചിരുന്നു. നെക്ലേസ് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യാന്നാ അയാൾ പറഞ്ഞേ. നിനക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇപ്പോഴും മര്യാദയ്ക്ക് ഒരു ചായ പോലും ഇവിടെ അറിയില്ല. ഇന്നാ നീ തന്നെ കുടിക്കും. വിശാൽ പാണ്ഡെ? ഇനി ഇയാളെങ്ങാനും ആണോ ഇതെല്ലാം ഒപ്പിക്കുന്നത്? ഇൻസ്പെക്ടർ വിശാൽ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം മുതലെടുക്കുന്നതായിരിക്കുമോ? സർ, അതെനിക്ക് ഒരു ബിസിനസ് ട്രിപ്പ് ഉണ്ട്, ഒരു 4 ദിവസത്തേക്ക്. അപ്പം ഞാൻ നാട്ടിലുണ്ടാവില്ല. അത് ശരി, അപ്പൊ 4 ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവില്ലല്ലേ? നമ്മുടെ നെക്ലേസിന്റെ റിക്കവർ പെൻഡിങ് അല്ലേ? അപ്പോൾ അതങ്ങനെ കിട്ടുകയാണെങ്കിൽ എൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇല്ല, അതിനുവേണ്ടി നിങ്ങളുടെ ഒരു ആവശ്യമില്ല ഇവിടെ. ധൈര്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ട്രിപ്പ് പോയിട്ട് ജോലിയെല്ലാം തീർത്തിട്ട് വാ. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേടോ. നിങ്ങൾ വെറുതെ ടെൻഷൻ ആവണ്ട. നെക്ലസ് ഒക്കെ 2 ദിവസം കിട്ടൂടോ, പേടിക്കണ്ട. അത് ശരി, അത് നല്ല കാര്യമാണല്ലോ. അതെ, നിങ്ങൾ ടെൻഷൻ അടിക്കാതെ വേഗം പോയിച്ചു വാ. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഹാവ് എ ഗുഡ് ജേർണി. ബൈ. താങ്ക് യു സർ. നിങ്ങൾ 4 ദിവസം വീട്ടിലുണ്ടാവില്ലെന്ന് ആ ഇൻസ്പെക്ടറോടൊക്കെ പറഞ്ഞത് എന്ത് കാര്യത്തിനാ? പറയേണ്ട ആവശ്യം ഉണ്ടായിട്ട് ഞാനില്ലാത്തപ്പോൾ നെക്ലേസ് എങ്ങനെ റിക്കവർ ആയിട്ട് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചാലോ? എന്ത് ചെയ്യും? അപ്പൊ ഇത് പറയേണ്ട ആവശ്യമില്ലേ? ശരി, ബൈ. ഞാൻ എത്തി പ്രിയതമേ. ഈ ബാഗ് എന്തിനാ? ചേടാ, ബാഗ് കൊണ്ടുവരണ്ടേ? പിന്നെ ഡ്രസ്സൊക്കെ ഉള്ളതല്ലേ. ഇനി 4 ദിവസം ലളിത് വീട്ടിലില്ലാത്തപ്പോ നിന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരാൾ വേണ്ടേ? അതിനല്ലേ ഞാൻ വന്നത്. പിന്നെ സ്റ്റേഷനിലെ കാര്യം, അവിടെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോയിക്കോളാന്നേ. ഇത്രയും നാള് പകല് കിട്ടിയത് ഇനി എനിക്ക് രാത്രിയും വേണം. അയൽവക്കത്തുള്ളവരെങ്ങാനും കണ്ടു കഴിഞ്ഞാ? ഓ, അതിനിപ്പോ എന്താ? ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. പോലീസുകാർ വരുന്ന കാര്യം അറിയാം. അല്ലെങ്കിൽ എനിക്കെതിരെ ആരെന്ത് പറയാനാ? നാട്ടുകാർക്കറിയാം പോലീസുകാരോട് കൂട്ടുകൂടാനും പറ്റില്ല, വെറുപ്പിക്കാനും പറ്റില്ല. ആ പറഞ്ഞോ തിവാരി സാറേ. അത് ശരി, കള്ളനാ നെക്ലേസിന്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തന്നോ? അതൊരു സന്തോഷ വാർത്തയല്ലേ. ഞാൻ സ്റ്റേഷനിലേക്ക് വന്നേക്കാം, എന്നിട്ട് റിക്കവറിക്ക് പോവാം. എന്താടോ ഇത്? ശ്രേയ, താൻ എന്തൊക്കെ കാണിക്കുന്നത്? ഇതിപ്പോ ഇങ്ങനെ ചെയ്യാൻ ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നു? പറഞ്ഞില്ലല്ലോ. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരുപാട് സമയമുണ്ട്, നമുക്കെല്ലാം ചെയ്യാവുന്നേ. പക്ഷെ ഈ തവണ പതുക്കെ പതുക്കെ അങ്ങനെ ആസ്വദിച്ച് ഈ കേസ് അന്വേഷിക്കുന്നത് വിശാൽ പാണ്ഡ്യാന്ന് ഞാൻ അറിഞ്ഞപ്പോ ഇവിടെ നടക്കുന്നത് എന്താന്ന് എനിക്ക് നല്ലോണം മനസ്സിലായി. നീ പാവം പെണ്ണിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യായിരുന്നു അല്ലേ? ബ്ലാക്ക് മെയിൽ ചെയ്യായിരുന്നു അല്ലേ? നിന്നെ എനിക്ക് നല്ലോണം അറിയാലോ. ശ്രേയയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അതെനിക്ക് ഇന്നലെ രാത്രി തന്നെ മനസ്സിലായി സാറേ.
സാറ് പറഞ്ഞ അനുസരിച്ചാ ഞാൻ ഇന്നലെ ബിസിനസ് ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ശ്രേയ, നിനക്കിത് എന്നോടെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ നിങ്ങളോടെല്ലാം പറഞ്ഞതല്ലേ, പക്ഷെ നിങ്ങൾക്ക് എല്ലാം സംശയമായിരുന്നില്ലേ? നിങ്ങൾക്ക് എന്നെക്കാളും വലുത് നിങ്ങളുടെ പൈസയും നിങ്ങളുടെ ജ്വല്ലറിയൊക്കെ ആയിരുന്നില്ലേ? എന്നോട് ക്ഷമിക്കൂ ശ്രേയ, ഞാൻ നിന്നെ ഒരുപാട് ടോർച്ചർ ചെയ്തു. വേണ്ട, നിക്ക്. വേണ്ട ലളിത്, ഇവന് വേണ്ടത് നിയമം കൊടുത്തോളൂ. നീ രക്ഷകനാവേണ്ടവനാ. നീ തന്നെ ശിക്ഷിക്കാൻ നോക്കിയാ പിന്നെ ജനങ്ങൾ എവിടെ പോവാടാ? നിന്നെ പോലുള്ള ഓരോരുത്തന്മാരാ ഈ ഡിപ്പാർട്ട്മെന്റ് പേര് തന്നെ കളയുന്നത്. പിടിച്ചോണ്ട് പോ. താങ്ക് യു ഇൻസ്പെക്ടർ സാർ. വെൽക്കം. ശ്രേയ, നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നെ വിശ്വസിക്കേണ്ടതായിരുന്നു.